റബീഉൽ അവ്വലിൻ്റെ സമയത്തെ ഒരു 40 ഹദീസെങ്കിലും മനപ്പാടാക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഹദീസ് മനപ്പാടമാക്കുക. അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, ചൊല്ലിപ്പഠിക്കുക. ഹദീസ് പഠിക്കണം, ഖുർആൻ പഠിക്കണ പോലെ ഹദീസ് പഠിക്കണം. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അങ്ങനെയല്ലേ? അമേരിക്ക കറക്റ്റ് അല്ലേ? കലിമത്താനി ചൊല്ലിക്കോളൂ. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് റബ്ബേ, നിന്നെ സ്തുതിക്കുകയാണ്. നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ, നീ മഹോന്നതനാണ്, നീ ഏറ്റവും വലിയ മഹാനാണ്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റാണ്. നാവിന് വളരെ ഖഫീഫാണ്, അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ടതാണ്. നാളെ മീസാന് നല്ല കനം തൂങ്ങുന്ന അമലാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നോക്കി, വലിയ ഭാരമുള്ള അമലാണ്, പക്ഷെ നാവിന് എത്ര എളുപ്പം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന 2 കലിമത്തുകളാണ്, 2 വചനങ്ങളാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അത് രാവിലെ വൈകുന്നേരം വർദ്ധിപ്പിക്കണം ധാരാളം. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നമ്മുടെ അമലുകൾ ഇങ്ങനെ കയറിക്കോട്ടെ. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇമാം ബുഖാരി തങ്ങൾ ഹദീസിൻ്റെ കിതാബ് അവസാനിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ കൂലിയുള്ള ഒരു അമലും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട 2 അമലുകളെ പരിചയപ്പെടുത്തിയിട്ടാണ് ആ കിതാബ് അവസാനിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ബുഖാരി ഇമാം തുടങ്ങുന്നത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകൾ സ്വീകരിക്കുന്ന നിയ്യത്ത് കൊണ്ടാണ്. ഞാൻ ഈ ചെയ്തത് മുഴുവൻ എൻ്റെ അമല് നാളെ മീസാനിൽ കനം തൂങ്ങണം. ആ ഒരു കണക്ഷൻ, 2 മാന ഹദീസിൻ്റെ 2 ആശയങ്ങൾ ബന്ധിച്ചാൽ കിട്ടുമത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് കിട്ടും. മമ്മൂഞ്ഞ് ഇതിന് വേണ്ടി കഷ്ടപ്പെട്ട് ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കണ്ടുപിടിച്ചെടുത്ത് അൽഹംദുലില്ലാഹ് ബാറക്കല്ലാഹ്. അല്ലാഹു കൂലി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.